ചെറുപ്പാട്ട് കുടുംബത്തിനും ഒത്തിരിയേറെ ആനന്ദദായകമായ വലിയ മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഒത്തിരിയേറെ നാളുകൾ ചിലവഴിച്ചും ആലോചിച്ചും തീരുമാനിച്ചും അർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിൽസും അൽഫോൻസയും കടന്നു വന്നിരിക്കുകയാണ്. ദൈവം തങ്ങൾക്ക് തന്ന വിളിയോട് വാക്കുപാലിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിക്കുവാനായി ദൈവസന്നിധിയിൽ തങ്ങളുടെ സമ്മതമേറ്റു പറഞ്ഞ് കൗതാശികപരമായ അനുഗ്രഹത്തിലൂടെ പുതിയ കുടുംബത്തിന് രൂപം നൽകുവാനായി ദൈവം നൽകുന്ന അനുഗ്രഹത്തെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഈ മക്കൾ കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. സ്നേഹപൂർവം ഭക്തിപൂർവം ഈ ദിവ്യബലിയിലും വിവാഹത്തിന്റെ കർമ്മങ്ങളിലും പങ്കെടുത്തുകൊണ്ട് മിൽസിന് വേണ്ടിയും അമ്പിളിക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ തിരുക്കർമ്മങ്ങളിൽ മുഴുവൻ വിശുദ്ധ സമാപനം വരെ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവരോടുള്ള സ്നേഹവും ഇവരോടുള്ള കടപ്പാടും നമുക്ക് അറിയിക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഇവിടെ പള്ളിയിലിരിക്കുന്ന എല്ലാവരും വിവാഹത്തിന്റെ കർമ്മങ്ങൾ മുഴുവനും ഭക്തിപൂർവം സംബന്ധിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുവാനായിട്ട് കടന്നു വന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ഡീക്കനെയും സർവേശനു
ശാന്തി അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്ഥിതനാം താതാം നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതവിധി ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ നീ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും.
എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവിന്റെ സ്ത്രീകളിൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നിന്നെ വണങ്ങി നമിക്കുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം തത്വം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസിലെ എഴുതിയ 1-ാം ലേഖനം അധ്യായം 3:1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും.
അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നെയും മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്.
അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഡീക്കൻ ബ്രിജോ ഇപ്പോൾ വിവാഹദിനത്തിന്റെ മംഗളങ്ങൾ ആശംസകൾ നൽകുന്നതായിരിക്കും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും പ്രത്യേകമായി ഇന്നേ ദിവസത്തിന്റെ താരങ്ങളായ ബിൽസ് അമ്പിളി, നമ്മുടെ പ്രാരംഭകാലത്തിൽ കേട്ടതുപോലെ മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ വിഭാഗം എന്ന് പറയുന്നത് മാലാഖമാർ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്ന സമയമാണ്. ഈ ഒരു നിമിഷം സ്വർഗത്തിലിരുന്ന് കൊണ്ട് മാലാഖമാർ സന്തോഷിക്കുകയാണ്. ഓരോ വിഭാഗം നടക്കുമ്പോഴും അതിന് പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. എല്ലാ ഉദാസികളിലും, തിരുപ്പട്ടത്തിലായാലും വിവാഹത്തിലായാലും അവിടെ ഒരു വിളിയുണ്ട്, ദൈവത്തിന്റെ ഒരു വിളി. എവിടെയോ കിടന്ന അമ്പിളിയും ഇവിടെ ചൂരപ്പുഴയിലായിരിക്കുന്ന ബിൽസും തമ്മിൽ പരസ്പരം യോജിപ്പിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു വലിയ ദൈവ പദ്ധതിയുടെ വലിയൊരു ആവിഷ്കാരം ഉണ്ടായിരിക്കണം. ആദ്യമേ തന്നെ ഈ ചൂരപ്പുഴ വിടവയിലേക്ക് ഏറെ ത്യാഗം ശ്രമിച്ച് അവിടുന്ന് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അമ്പിളിയെ ഇവരുടെ എല്ലാം പേരിൽ മരോട്ടിയാൻകുളം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ബിൽസ് എന്നോട് പറഞ്ഞു, ബ്രദർ ഡീക്കൻ സന്ദേശം പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ മറുത്തൊന്നും പറയാതെ ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. ഈ ഒരു കുടുംബവുമായിട്ട് ഞങ്ങൾ ചൂരപ്പുഴ വിടവക സമൂഹം മുഴുവൻ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വളരെ സ്നേഹമുള്ള ഒരു കുടുംബം. അതുകൊണ്ട് തന്നെയാണ്, ഈ ഒരു കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഉദ്യമത്തിന് തയ്യാറായത് തന്നെ. വിവാഹത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബമായിരിക്കണം. പ്രതിസന്ധികളിൽ എന്നും താങ്ങായി നിൽക്കുന്നവരാണ് ഓരോ ജീവിത പങ്കാളിയും. നസ്രത്തിലെ കുടുംബത്തെ കുറിച്ച് നമുക്കറിയാം. യോസേപ്പിതാവും പരിശുദ്ധ കന്യകാമറിയും. മറിയത്തിന് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ജോസഫ് ഇങ്ങനെ പരതുകയാണ്, എവിടെയാണ് ഇവിടെ നിന്നും മറിയയ്ക്ക് പ്രസവിപ്പിക്കാനായിട്ട് ഒരു സ്ഥലം. ഇങ്ങനെ നടക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ജോസഫിനോട് പറയുകയാണ്, തൊഴുത്തിലേക്ക് അങ്ങ് പോകാമെന്ന്. ജീവിത പരിമിതികൾ, എല്ലാ സാഹചര്യങ്ങളെയും ജോസഫിനോട് ചേർന്നതുകൊണ്ട് മറിയം അവിടെ അംഗീകരിക്കുകയാണ്. നമുക്ക് അറിയാവുന്ന ഒരു കഥയുണ്ട്, മണ്ണാങ്കട്ടിയുടെയും കരിയിലയുടെയും കഥ. കുട്ടികളായിരിക്കുമ്പോഴെല്ലാം നമ്മൾ കേട്ട ഒരു കഥയാണ്. മഴ വന്നപ്പോൾ കരിയില മണ്ണാങ്കട്ടയെ സഹായിച്ചു, കാറ്റ് വന്നപ്പോൾ മണ്ണാങ്കട്ട കരിയിലെ സഹായിച്ചു. ഇതാണ് പ്രതിസന്ധികളിൽ ജീവിതത്തിൽ ജീവിത പങ്കാളിയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു കുടുംബനാഥന് ഒരു ദേവത പ്രത്യക്ഷപ്പെട്ട് 4 വരങ്ങൾ എന്ന് ആവശ്യപ്പെട്ടു. ഈ 4 വരങ്ങൾ എന്നുള്ളത് സന്തോഷം, സമാധാനം, സൗഭാഗ്യം, സ്നേഹം. ഇതിലേതെങ്കിലും തിരഞ്ഞെടുക്കാൻ വേണ്ടി ദേവത കുടുംബനാഥനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ കുടുംബനാഥൻ നോക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുപാട് സമ്പത്ത് എനിക്കുണ്ട്, അതുകൊണ്ട് സമാധാനവും സന്തോഷവും സൗഭാഗ്യം എനിക്കുണ്ട്. ഇല്ലാത്തത് ഒരു കാര്യമുള്ളൂ, സ്നേഹം. ഇവിടെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് ദേവതയോട് പറഞ്ഞു, സ്നേഹം ഇങ്ങോട്ട് പോരട്ടെ. പെട്ടെന്ന് തന്നെ സ്നേഹം അകത്തോട്ട് കയറുകയും അതോടൊപ്പം സ്നേഹത്തോടൊപ്പം സമാധാനവും സന്തോഷവും സൗഭാഗ്യവും കൂടെ വരികയും ചെയ്യും. സ്നേഹം എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സൗഭാഗ്യമുണ്ട്. അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വികാരിയച്ഛന്റെ അടുത്ത് ഒരു കഥയാണ്. ഒരു വികാരിയച്ഛന്റെ അടുത്ത് ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പൊ വികാരിയച്ഛന്റെ അടുത്ത് അവർ ആശീർവാദമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് ഭാര്യ വികാരിയച്ഛനോട് പറഞ്ഞു, എന്റെ വികാരിയച്ഛ, ഇങ്ങേരെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ വികാരിയച്ഛൻ ചോദിച്ചു, എന്നാ പൗലോസേട്ട പ്രശ്നം എന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസേട്ടനെ ഓവർടേക്ക് ചെയ്ത് മേരിച്ചു പറഞ്ഞു, എന്റെ വികാരിയച്ഛ, ഇത് ഞാൻ ഇന്ന് കൊടുത്താലും ഒരു സമാധാനം. ഈയിടെ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കി, നല്ല രുചികരമായ സാമ്പാർ. അബദ്ധം വെച്ചാൽ ഒരു സന്മനസ്സോടെ ഒരു മുരിങ്ങക്കോല് ഇദ്ദേഹത്തിന്റെ പാത്രത്തിൽ വീണു. അപ്പം എന്റെ കെട്ടിയവൻ പറഞ്ഞു, ഇതിനെന്നാണ് ഒലക്കെ. അപ്പം ഭാര്യ പറഞ്ഞു, തിന്നേറ്റ് ഏറ്റു പോവാൻ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഭാര്യ സാമ്പാർ ഉണ്ടാക്കി. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇങ്ങനൊരു പണി കൊടുക്കാം. ഒലക്ക പോലെ ഇരിക്കുന്ന മുരിങ്ങക്കോല് ചക്കക്കുരു പരുവത്തിന് ഉണ്ടാക്കി കൊടുത്തു. വീണ്ടും ഇങ്ങനൊരു ഭയങ്കര പരാതി, എന്നതാണ് ഇത് ചക്കക്കുരു.
ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തെ കുറിച്ച് അല്പം ഒന്ന് ധ്യാനിക്കാം. നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഒരുപക്ഷെ പല ആവൃത്തിയിലും നമ്മൾ വായിച്ചു കേട്ട ഒരു തിരുവചന ഭാഗമാണിത്. കാനായിലെ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഓരോ കുടുംബത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കേണ്ട ദിവസമായിരുന്നു. ഓരോ കുടുംബവും ധ്യാനിക്കണം. ആഡംബരത്തിലും ആഘോഷത്തിലും തിമിർത്ത കാനായിലെ കുടുംബം, അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മയെ ഗൗരവിക്കാതെ പോയി ആ കുടുംബക്കാർ. അവസാനം എന്ത് സംഭവിച്ചു? അവർക്ക് വീഞ്ഞു തീർന്നു പോയി. കുടുംബമായിട്ട് ഇവർ വളർന്നു വരട്ടെ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മൗനമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് കാർസസ പ്രാർത്ഥനയോടെ ഇനിയുള്ള പിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരേ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ സാക്ഷികൾ ഇരുഭാഗത്തു നിന്നും മുമ്പോട്ട് കടന്നു നിൽക്കാൻ പുരുഷന്റെ ഭാഗത്തുനിന്നും സ്ത്രീയുടെ ഭാഗത്തുനിന്നും ഓരോ സാക്ഷികളോട് നോക്കുക. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ കർമ്മത്തിൽ പങ്കെടുക്കാം. ആദിയിൽ പുരുഷന്റെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അൽഫോൻസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അൽഫോൻസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോർജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി
തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Music